ഇപ്പോൾ നമ്മൾ നമ്മുടെ തേൻ്റെ ഈ വർഷത്തെ സീസണിൽ കൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. നമ്മുടെ തേനീച്ച കോളനിയിലെ സൂപ്പർ പെട്ടിയിലിരിക്കുന്ന അടകളാണിത്. നമ്മളൊരു സൂപ്പർ പെട്ടിയിൽ 4 അട വീതമാണ് കേട്ടോ കൊടുത്തേക്കണേ. ആ അട നിറയെ തേൻ അവർ തേനീച്ചകൾ സെറ്റ് ചെയ്തതിന് ശേഷം സീൽ ചെയ്തേക്കുന്ന കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അത് നമ്മളിതുപോലെ ചെത്തിയെടുക്കുകയാണ്. അതായത് ഇതിൻ്റെ ഹോളിൽ, ഈ അടയുള്ള ഹോളിൽ ഇവർ ഫുൾ തേൻ നിറച്ചതിന് ശേഷം ഈ ഹോളിൽ ഇവരിതുപോലെ അവരുടെ വാക്സിൻ ഉപയോഗിച്ച് അടച്ചിടും. അതെങ്ങനെയാണ് അടക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കൊണ്ടുവന്നിട്ടുള്ള തേനുകളെല്ലാം തേനീച്ചകൾ അടകളിൽ നിറച്ചതിന് ശേഷം തേനീച്ചകളുടെ ചിറക് വെച്ച് അടിച്ച് ആ തേൻ്റെ ഉള്ളിലെ ജലാംശം മുഴുവനും അവർ കളഞ്ഞ് അവർ സീൽ ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഈ സീൽ ചെയ്ത് വെച്ചിട്ടുള്ള തേൻ എത്ര നാളിരുന്നാലും ഒരു കംപ്ലൈൻറ്റും വരാത്ത രീതിയിലാണ് അവർ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആ തേൻ എടുക്കുന്ന സമയത്ത് ഇതുപോലെ സീൽ ചെയ്തിട്ടുള്ള സീലുകളെല്ലാം ഒരു 2 mm തിക്കൻസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് അതിൻ്റെ മറുവശത്തും ഉള്ളത് ഈ അടച്ചിട്ടുള്ളതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മാത്രമാണ് നമ്മുടെ തേൻ എടുക്കുന്ന മെഷീനിൽ വെച്ച് നമ്മളിത് കറക്കിയെടുക്കുമ്പോൾ നമുക്ക് ഈ അടഞ്ഞ ഹോളിലെ തേനുകളും കിട്ടണമെങ്കിൽ ഇതിങ്ങനെ ചെത്തി അത് ഓപ്പൺ ആക്കിയെങ്കിൽ മാത്രമാണ് തേൻ നമ്മുടെ മെഷീനിലേക്ക് തെറിച്ച് വീഴത്തുള്ളൂ കറക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഈ അട ചെത്തണമെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ പെൻകത്തി ഉപയോഗിച്ചാണ് നമ്മൾ ചെത്തുന്നത്. സത്യത്തിൽ ഈ അട ചെത്തണമെങ്കിൽ അടക്കത്തിന്നൊരു കത്തിയുണ്ട്, 2 സൈഡും മൂർച്ചയുള്ള ഒരു കത്തിയുണ്ട്. അപ്പം നമ്മുടെ ഈ മേൽഭാഗത്തെ ഒരു പോർഷനിൽ ഇത്രയും ഭാഗം അവർ അടച്ച് വരുന്നുള്ളൂ, അടിഭാഗത്തേക്ക് അടച്ചില്ല. അപ്പോൾ അങ്ങനെ അടയ്ക്കാത്ത ഇതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പെൻകത്തി വെച്ചിട്ട് നമ്മൾ ചെത്തി ക്ലിയർ ആക്കുന്നത്. അങ്ങനെ ചെത്തി ക്ലിയർ ആക്കിയിട്ടുള്ള ഈ അട നമ്മുടെ മെഷീനിലേക്ക് നമ്മൾ എടുത്തു വയ്ക്കുന്നു. അങ്ങനെ അടച്ചിട്ടുള്ള എല്ലാ അടകളും നമ്മൾ ഈ മെഷീനിലേക്ക് എടുത്തു വെച്ച് നമ്മൾ കറക്കി കൊടുക്കുമ്പോൾ ആ കറങ്ങുന്ന സ്പീഡിൽ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന അടകളിലെ തേനുകളെല്ലാം തെറിച്ച് നമ്മുടെ മെഷീനിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കറക്കിയെടുത്ത അടകളെല്ലാം ചെയ്ത് അട കേട് കൂടാതെ നമ്മൾ വീണ്ടും നമ്മുടെ തേനീച്ച കോളനിയിൽ വെച്ച് കൊടുക്കുകയും പിന്നെ അടുത്ത ആഴ്ചയാകുമ്പോഴേക്കും തേനീച്ചകൾ വീണ്ടും ആ അടകളിലേക്ക് തേൻ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആഴ്ച തോറും തേൻ എടുക്കാൻ പറ്റുന്നത്. അട കേടാകാതെ വെക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ അവർ അട പണിത് തേൻ വെക്കേണ്ട സമയം ലാഭം. കാരണം ആ അടയിലേക്ക് തേൻ മാത്രം നിറച്ചാൽ മതി. അങ്ങനെ അപ്പുറവും ഇപ്പുറവും വെച്ച് നമ്മൾ കറക്കിയെടുത്ത് കാലിയായിട്ടുള്ള ഇതുപോലത്തെ അടകൾ തേനീച്ച കോളനിലേക്ക് വെച്ച് കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.